ഫിലഡൽഫിയയിൽ വെച്ച് ആഗോള കുടുംബ സമ്മേളനം നടക്കുക. പാപ്പ അതിനു വേണ്ടി തന്നെ അമേരിക്കയിലെത്തിയതാണ്. സമ്മേളനത്തിൻ്റെ തുടക്കത്തിൽ എഴുതി തയ്യാറാക്കിയ പ്രസംഗം അങ്ങ് മാറ്റിവെച്ചു. എന്നിട്ട് പാപ്പ അവരോട് സംസാരിക്കാൻ തുടങ്ങി. പറഞ്ഞു, നമ്മൾ വിചാരിക്കും കുഞ്ഞുങ്ങൾ വളരെ നിസ്സാരരാണ്, അവരെ എളുപ്പം കൈകാര്യം ചെയ്യാവുന്നു. പാപ്പ പറഞ്ഞു, അത് പലപ്പോഴും ശരിയല്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരിക്കൽ ഒരു കുട്ടി എന്നോട് ചോദിച്ചു, പിതാവേ, ഞാൻ വേദപാഠ ക്ലാസ്സിൽ ടീച്ചർമാരെന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു, 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം, അതൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ എൻ്റെ ഒരു പ്രശ്നം, ദൈവം ഇങ്ങനെ സൃഷ്ടികർമ്മം നടത്തുന്നതിന് മുമ്പ് ദൈവം ഉണ്ടായിരുന്നല്ലോ. അതെ, സൃഷ്ടികർമ്മം നടത്തുന്നതിന് മുമ്പ് ദൈവം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? പപ്പ പറഞ്ഞു, ഞാൻ ഈ ചോദ്യം കേട്ടപ്പോൾ ആദ്യം ഒന്ന് അന്തം വിട്ടുപോയി. കാരണം അവൻ ചോദിക്കുന്നത് വളരെ ലോജിക്കലാണ്. അതിനു മുമ്പും ദൈവമുണ്ട്, അങ്ങനെയാണെങ്കിൽ ദൈവം എന്നാ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? ഞാൻ ഒന്ന് ആലോചിച്ചു. എന്നിട്ട് അവനോട് പറഞ്ഞു, മോനെ, ദൈവം ഈ പ്രപഞ്ചത്തെയും ഇതിലുള്ള ജീവജാലങ്ങളെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് സ്നേഹിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ സ്നേഹത്തിൻ്റെ നിറവിലാണ് ദൈവം സൃഷ്ടികർമ്മം തുടങ്ങുന്നത്. അങ്ങനെ തുടങ്ങി 6-ാം ദിവസം ദൈവം ആരെയാ സൃഷ്ടിച്ചത്? അപ്പോൾ അവിടെ കൂടിയിരുന്ന മാതാപിതാക്കൾ പറഞ്ഞു, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. പപ്പ പറഞ്ഞു, അത് പൂർണ്ണമായിട്ടും ശരിയല്ല. ദൈവം മനുഷ്യനെ മാത്രമല്ല 6-ാം ദിവസം സൃഷ്ടിച്ചത്, ഒരു മനുഷ്യത്വയെ കൂടെ സൃഷ്ടിച്ചു. അങ്ങനെ മനുഷ്യനും മനുഷ്യത്വയും കൂടെ ആകുമ്പോഴാണ് കുടുംബം ഉണ്ടാകുന്നത്. സൃഷ്ടികർമ്മം തുടങ്ങുന്നതിന് മുമ്പ് ദൈവം സ്നേഹിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ സ്നേഹത്തിൻ്റെ നിറവിലാണ് 6-ാം ദിവസം ദൈവം കുടുംബത്തെ സൃഷ്ടിക്കുന്നത്.